ആൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ വാസ് സീൻ ആസ് എ സാക്രഡ് ഡ്യൂട്ടി ആൻഡ് എ പാർട്ട് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ഒരു പാർട്ടായും ഒരു സാക്രഡ് ഓർ ഹോളിസ്റ്റിക് ഡ്യൂട്ടി ആയിട്ടായിരുന്നു അന്ന് എഡ്യൂക്കേഷനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റ് എയിംഡ് അറ്റ് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ, മോറൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ഒരു മനുഷ്യൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ വാസ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് ലൈഫ്, കൾച്ചർ ആൻഡ് വാല്യൂസ്. അന്ന് കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലൈഫ്, കൾച്ചർ, വാല്യൂസ് എന്നിവയുമായി കണക്റ്റഡ് ആയിരുന്നു. അതായത് ബുക്ക് ഓറിയൻറ്റഡ് എന്നതിലുപരി ജീവിത രീതികളും സംസ്കാരവും ഭാഗമായിരുന്നു. വേദിക് സിസ്റ്റം ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഏർലി എഡ്യൂക്കേഷൻ. ഇന്നത്തെ എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ വേദിക് സിസ്റ്റം ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് ആണ് വേദിക് എഡ്യൂക്കേഷണൽ സിസ്റ്റം, ജെയിൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആൻഡ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. ആൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ അട്രാക്റ്റഡ് ലേണേഴ്സ് ഫ്രം അക്രോസ് ദ വേൾഡ്, ഷോയിങ് ഇറ്റ്സ് ഗ്ലോബൽ ഇമ്പോർട്ടൻസ്. ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അഥവാ വേദിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് എ റെസിഡൻഷ്യൽ ഫോം ഓഫ് എഡ്യൂക്കേഷൻ വെയർ സ്റ്റുഡൻസ് ലിവ്ഡ് വിത്ത് ദെയർ ടീച്ചർ. ഇറ്റ് വാസ് ദ മോസ്റ്റ് ആൻഷ്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ആൻഷ്യൻ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയും അന്നുണ്ടായിരുന്ന സൊസൈറ്റിയെ പറ്റിയുമുള്ള കാര്യങ്ങളെ അറിയാനുള്ള ഫസ്റ്റ് സോഴ്സ് ആയിട്ട് പറയപ്പെടുന്നത് വേദങ്ങളെയാണ്. ദ ഗുരുകുല വാസ് യൂഷ്വലി എവേ ഫ്രം ടൗൺസ് ആൻഡ് സിറ്റീസ്. സ്റ്റുഡൻസിന് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി പീസ്ഫുൾ ആൻഡ് നാച്ചുറൽ അറ്റ്മോസ്ഫിയറിലായിട്ടാണ് ഗുരുകുലങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. റിച്വൽസ് ആർ ദെയർ ഇൻ എഡ്യൂക്കേഷൻ സച്ച് ആസ് വിദ്യാരംഭ, ഉപനയന, ഉപകർമ്മ, ഉപസർജന ആൻഡ് സമാവർത്തന. ഇതിൽ വിദ്യാരംഭ എന്ന് പറയുന്നത് ദ റിച്വൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ലേണിംഗ്. ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ദ ഏജ് ഓഫ് 5 ആൻഡ് ദ ലേണിംഗ് ഓഫ് ആൽഫബറ്റ്സ് ടേക്സ് പ്ലേസ് ഹിയർ. നെക്സ്റ്റ് ഉപനയന. ഇറ്റ് ഈസ് എ ഫോർമൽ അഡ്മിഷൻ സെറിമണി. ഉപനയനയിലൂടെയാണ് ഒരു ചൈൽഡ് ഒരു ശിഷ്യനാവുന്നത്. ഇത് ബ്രാഹ്മിൻസ് 8-ാം വയസ്സിലും ക്ഷത്രിയാസ് 11-ാം വയസ്സിലും വൈശ്യാസ് 12-ാം വയസ്സിലുമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഉപകർമ്മ. ഇറ്റ് ഈസ് ദ കമൻസ്മെൻറ്റ് ഓഫ് അക്കാഡമിക് ഇയർ ആൻഡ് സമാവർത്തന ദ കംപ്ലീഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ദ എൻഡ് ഓഫ് ഗുരുകുല. നെക്സ്റ്റ് പറയുന്നത് പെർട്ടിക്കുലർ പീരീഡ് ഓഫ് എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ 12 years. സ്റ്റുഡൻസ് റിമെയിൻഡ് വിത്ത് ഹിസ് ഗുരു ഫോർ 12 years ഫോർ ഗെയിനിങ് നോളജ്. ഓറൽ ടീച്ചിങ് വാസ് പ്രിവെയിൽഡ്. ഇതിൽ മെയിൻ ആയിട്ട് ഓറൽ ടീച്ചിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റുഡൻസ് ലിവ്ഡ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ഗുരു. പാരൻസിന്റെ കൂടെ അല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. സബ്ജക്ട് ടോട്ട് വെയർ വേദ, ലിറ്ററേച്ചർ, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, ആയുർവേദ എക്സെട്ര. വുമൻസ് വെയർ ഓൾസോ allowed to study Vedas and scriptures. Women during the Vedic period could receive education sometimes in gurukulas or home, but however most gurukulas were male dominated. Varna system existed in Gurukula system. Pandit were the teachers. Men with highest caliber ആയിരുന്നു ടീച്ചേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. സ്റ്റുഡൻസ് വാസ് റിക്വയർഡ് ടു ഒബ്സർവ് സിലബസ്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പ്യൂരിറ്റി ഓഫ് കണ്ടക്ട് എന്നുള്ളത് ഒരു സുപ്രീം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യമായിരുന്നു. അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഗുരുകുലത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഫ്രാഗ്രൻസ്, കോസ്മെറ്റിക്സ് ഓർ ഇൻടോക്സിക്കേറ്റിംഗ് തിങ്സ് യൂസ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ബിഗിങ് ആംസ് കളക്ഷൻ. അതായത് സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ടീച്ചേഴ്സിനും അവർക്കുമുള്ള ഫുഡ് കണ്ടെത്തുക എന്നുള്ളത്. ബെഗിങ് ആംസ് എന്നുള്ളത് ഒരു ബാഡ് ആയിട്ടുള്ള കാര്യമായിട്ടല്ല കണ്ടിരുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഭിക്ഷ വാങ്ങുന്നത് കുട്ടികളിലെ ഹ്യൂമിലിറ്റി അഥവാ വിനയം നേർച്ചർ ചെയ്യാൻ പറ്റും എന്നതാണ്. ദ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ വെയർ ശ്രവണ, മനന ആൻഡ് നിധിധ്യാസന. ശ്രവണ എന്ന് പറയുന്നത് ഹിയറിംഗ്, മനന എന്ന് പറയുന്നത് ദ റിഫ്ലക്ഷൻ ഓർ തിങ്കിങ്, നിധിധ്യാസന എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. ദെൻ ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫോളോഡ് സ്ട്രിക്ട് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ മോക്ഷ ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദെയർ എഡ്യൂക്കേഷൻ. ഗുരു ഈസ് ലൈക്ക് ഗോഡ്. വൊക്കേഷണൽ എഫിഷ്യൻസി ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എയിംസ് ഓഫ് വേദിക് എഡ്യൂക്കേഷൻ. അറ്റൈൻമെന്റ് ഓഫ് മോക്ഷ ഓർ സെൽഫ് റിയലൈസേഷൻ. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് വേദിക് എഡ്യൂക്കേഷൻ വാസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് റിയലൈസ് ട്രൂ സെൽഫ് ആൻഡ് അച്ചീവ് മോക്ഷ. മോക്ഷ എന്ന് പറയുന്നത് ലിബറേഷൻ ഫ്രം ഇഗ്നറൻസ് ആൻഡ് വേൾഡ്ലി അറ്റാച്ച്മെന്റ്സ്. ഇനി അടുത്തത് ഇൻകൾക്കേഷൻ ഓഫ് സ്പിരിറ്റ് ഓഫ് പൈറ്റി ആൻഡ് റൈറ്റസ്നെസ്, അതായത് നല്ല സ്വഭാവത്തെ വളർത്തിയെടുക്കുക. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു കുട്ടിൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ സിസ്റ്റം ഫോക്കസ്ഡ് ഓൺ ദ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഗുരുകുല എഡ്യൂക്കേഷനെ എയിം ചെയ്തത് വെറും ഒരു അക്കാഡമിക് ലേണിംഗ് മാത്രമായിരുന്നില്ല, അതിനപ്പുറം ഒരു ഹോൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻ്റ് ആയിരുന്നു. ദെൻ ഇൻകൾക്കേഷൻ ഓഫ് സിവിക് ആൻഡ് സോഷ്യൽ ഡ്യൂട്ടീസ്. ഇൻ വേദിക് എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്റ്റുഡൻസ് വെയർ ടോട്ട് ടു റെസ്പെക്ട് എൽഡേഴ്സ്, ഹെൽപ്പ് സൊസൈറ്റി ആൻഡ് ഫുൾഫിൽ ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആസ് ഗുഡ് സിറ്റിസൺസ്.
നെക്സ്റ്റ് പറയാൻ പോകുന്നത് കരിക്കുലം ഓഫ് വേദിക് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു റിലീജിയൻ. അതായത് മതപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് സ്പിരിച്വൽ, മെറ്റീരിയലിസ്റ്റിക് ആൻഡ് വൊക്കേഷണൽ സബ്ജക്ട്സ്. അതായത് സ്റ്റുഡൻസ് ലേൺഡ് അബൌട്ട് ഗോഡ്, ദ യൂണിവേഴ്സ്, മോറൽ ലൈഫ് ആസ് വെൽ ആസ് ദ പ്രാക്ടിക്കൽ സ്കിൽസ് ലൈക്ക് ട്രേഡ് ആൻഡ് ഹെൽത്ത്. ദെൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഓരോ കാസ്റ്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള കരിക്കുലവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രാഹ്മിൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റഡി ഓഫ് 4 വേദാസ്, വേദങ്ക. വേദങ്ക എന്ന് പറഞ്ഞാൽ വേദങ്ങളെ മനസ്സിലാക്കാനും ശരിയായി പഠിക്കാനും സഹായിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആണ്. പിന്നെ അവർക്കുണ്ടായിരുന്നത് വേദിക് ഗ്രാമർ ആൻഡ് വേദിക് ലിറ്ററേച്ചർ. ദെൻ ക്ഷത്രിയാസന് ആർച്ചറി, റൈഡിംഗ്, ഹോഴ്സ്മാൻഷിപ്പ്, ഹേർലിംഗ് ഓഫ് ജാവലിൻ ആൻഡ് ഫിസ്റ്റ് ഫൈറ്റിംഗ്. ഫിസ്റ്റ് ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ ഫൈറ്റിംഗ് വിത്തൗട്ട് വെപ്പൺസ്. ദെൻ വൈശ്യാസന അഗ്രികൾച്ചർ, മാത്സ്, ട്രേഡ്, അർത്ഥശാസ്ത്ര. ശൂദ്രാസന ഹാൻഡിക്രാഫ്റ്റ്സ്, ആയുർവേദ ആൻഡ് ഭൂട്ടവിദ്യ. ഭൂട്ടവിദ്യ എന്ന് വെച്ചാൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് കാരണമായി ഉണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ മെന്റൽ ഡിസോർഡേഴ്സ്, ഇതിനെല്ലാം ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. Then to all classes of learners, knowledge of gods, knowledge of absolute, knowledge of ghosts, philosophy, ethics and country. നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇറ്റ് വാസ് എ ടീച്ചർ സെൻറ്റേഡ് സിസ്റ്റം. അതായത് ഗുരുകുല സിസ്റ്റത്തിൽ ഗുരു വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് നോളജ്. സ്റ്റുഡൻസ് ലേൺ ഡയറക്ട്ലി അണ്ടർ ദ ടീച്ചേഴ്സ് ഗൈഡൻസ്. നെക്സ്റ്റ് പറയുന്നത് ലെക്ചറിങ് വാസ് ദ പ്രിൻസിപ്പൽ മെത്തേഡ്. ഓറൽ മെത്തേഡ് ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ദർ വെർ നോ റിട്ടൺ ബുക്സ് ഓർ ഒരു റിട്ടൺ എക്സാംസോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡിസ്കഷൻസ്, റെസിറ്റേഷൻസ്, ഡയലോഗ്സ്, സെമിനാർ, സിംപോസിയം ഇതിലൂടെയല്ലായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാൻസ്ക്രിറ്റ് വാസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ റോൾ ഓഫ് ടീച്ചേഴ്സ്. മെൻ ഓഫ് ഹയസ്റ്റ് കാലിബർ ആൻഡ് റിനൗൺസിയേഷൻ ആയിരുന്നു ടീച്ചറായിട്ടുണ്ടായിരുന്നത്. അതായത് പണ്ഡിതന്മാരായിരുന്നു ടീച്ചറായിട്ടുണ്ടായിരുന്നത്. ഹൈ മോറൽ ക്യാരക്ടർ. ദ ടീച്ചർ വാസ് എ റോൾ മോഡൽ ഓഫ് ഹോണസ്റ്റി, കൈൻഡ്നസ് ആൻഡ് ഡിസിപ്ലിൻ. Should be simple and honest. Spiritual father of students. The teacher was like a parent to the students. Then real guardians of disciples. Teacher took care of students' needs. Then role model of students. Students learned by observing their teachers' character, speech and behavior. Then next, merits of Gurukula system. Enhances student-teacher interaction. Students lived closely with the teacher, which created a strong bond and personal guidance. Next, encourages active student participation. Students were discussed and asked questions and participated in daily activities. Then support holistic development. Education focused on all aspects: physical, mental, moral and spiritual growth. Builds character through moral and ethical education. അതായത് ഗുരുകുല സിസ്റ്റത്തിൽ സ്റ്റുഡൻസ് ലേൺഡ് ഡിസിപ്ലിൻ, ഹോണസ്റ്റി, റെസ്പെക്ട് ആൻഡ് സെൽഫ് കൺട്രോൾ. നെക്സ്റ്റ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ. ഈച്ച് സ്റ്റുഡൻസ് റിസീവ്ഡ് പേഴ്സണൽ അറ്റൻഷൻ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് പ്രോഗ്രസ്. പ്രൊമോട്ട് സസ്റ്റൈനബിൾ ലിവിംഗ് ആൻഡ് റെസ്പെക്ട് ഫോർ ദി എൻവയോൺമെന്റ്. സ്റ്റുഡൻസ് ലിവ്ഡ് ഇൻ എ നാച്ചുറൽ സറൗണ്ടിങ്സ്, ലേണിംഗ് ടു ലിവ് സിംപ്ലി ആൻഡ് റെസ്പെക്ട് നേച്ചർ. ദെൻ ഇതിൽ മറ്റൊരു മെറിറ്റായിട്ട് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ. ദെൻ നെക്സ്റ്റ്, സോഷ്യൽ സ്കിൽസ് വെയർ ട്രെയിൻഡ്. അതുപോലെ തന്നെ സാക്രഡ് ആൻഡ് മീനിങ് ഫുൾ എഡ്യൂക്കേഷൻ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ്, ഡിമെറിറ്റ്സ് ഓഫ് ഗുരുകുല സിസ്റ്റം. റെസ്ട്രിക്റ്റഡ് ആക്സസ്. എഡ്യൂക്കേഷൻ വാസന്റ് അവൈലബിൾ ടു എവ്രി വൺ. മെയിനായിട്ട് അപ്പർ കാസ്റ്റുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു അന്ന് എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലോക്ക്ഡ് ദ നാച്ചുറൽ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. നെക്സ്റ്റ്, കാസ്റ്റ് ബേസ്ഡ് ലിമിറ്റേഷൻ. എഡ്യൂക്കേഷൻ വാസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു കാസ്റ്റ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മൺസിന് ലഭിക്കുന്ന എഡ്യൂക്കേഷനോ കാര്യമൊന്നും ശൂദ്രന്മാർക്കോ വൈശ്യന്മാർക്കോ അല്ലെങ്കിൽ ക്ഷത്രിയന്മാർക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, ഓറൽ മെത്തേഡ് ഓൺലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറൽ മെത്തേഡിലൂടെ ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദർ വെർ നോ റിട്ടൺ മെറ്റീരിയൽസ് ഓർ ബുക്സ്. ഓൾ ടീച്ചിങ് ഡിപ്പെൻഡഡ് ഓൺ മെമ്മറി ആൻഡ് ലിസണിങ്. Dependent on Guru. Student relied completely on teacher. If the teacher lacked knowledge, learning suffered. No standardized system. There was no common curriculum or examination system across Gurukulas. The next പറയുന്നത് isolation from society. Gurukulas were located far from towns and villages, so students lacked social experience or social connections. Then immense importance to religion. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിലീജിയസ് കാര്യങ്ങളിൽ മാത്രമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബുദ്ധിസ്റ്റ്